എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചിക്കൻ മുഗളായി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പക്ക നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ചെയ്യുന്നൊരു ചിക്കൻ റെസിപ്പിയാണ് ഇത്. അപ്പത്തിനും ഇടിയപ്പത്തിനും പൊറോട്ട, നാൻ, ചപ്പാത്തി എല്ലാത്തിനും കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. നല്ലൊരു ക്രീമി കറിയാണ്, ഒരു സ്പെഷ്യൽ കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ 600 ഗ്രാം ചിക്കൻ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയതോ എല്ലില്ലാത്തതോ എടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളൊരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. മുളക് പൊടി നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം, പകരം നിങ്ങൾക്ക് പച്ചമുളക് ചേർത്താലും മതി. അപ്പോൾ ഒരു വൈറ്റ് ചിക്കൻ കറി ആയിട്ടിരിക്കും. ഞാനിവിടെ കുറച്ച് കളറിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് ഒന്ന് ചതച്ചതാണ് 2 ടീസ്പൂൺ, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയും 5-6 അല്ലി വെളുത്തുള്ളിയും ചതച്ചതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് തൈര്. നോർത്ത് ഇന്ത്യൻ ചിക്കൻ റെസിപ്പികളിലെല്ലാം തൈര് മസ്റ്റാണ്. അപ്പോൾ തൈരും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കുക. 1 മണിക്കൂറെങ്കിലും ഇത് മിനിമം ഒന്ന് പുരട്ടി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി നമുക്ക് ഈ റെസിപ്പിയിലേക്ക് വേണ്ടിയിട്ട് 3 മീഡിയം സൈസിലുള്ള സവാള എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്, നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കുന്ന പോലെ. ഇനി ഇതിലേക്ക് വേണ്ട മസാലയ്ക്ക് വേണ്ടിയിട്ട് 4 കാശ്മീരി റെഡ് ചില്ലി എടുത്തിട്ടുണ്ട്, ഡ്രൈ ആണ്. ഇതിലേക്ക് നമ്മളിനി 1 ടേബിൾ സ്പൂൺ മുഴുവനെയുള്ള മല്ലി. നിങ്ങളുടെ കയ്യിൽ മുഴുവനെയുള്ള സ്പൈസുകളില്ലാന്നുണ്ടെങ്കിൽ പൊടി ചേർത്താലും മതി. 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു 10 കുരുമുളക്. ഇനി നമ്മളിതിലേക്ക് ഈ കറി നല്ലൊരു ക്രീമി കറിയാണ്. അപ്പോൾ ആ ക്രീമിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് 2 ഇൻഗ്രീഡിയൻസ് എക്സ്ട്രാ ആയിട്ട് ചേർക്കുന്നുണ്ട്. ഈ കറി ഒരു നല്ല ക്രീമി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ആ ക്രീമിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു 12 ബദാമും അതുപോലെ തന്നെ ഒരു 10-12 അണ്ടിപ്പരിപ്പും ആണ് ചേർക്കുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് ചേർത്താലും മതി, പക്ഷേ രണ്ടും കൂടെ ചേർക്കുമ്പോൾ നല്ലതാണ്. ഇത് ചെറുതീയിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. റോസ്റ്റ് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ മറ്റൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. റിഫൈൻഡ് ഓയിലാണ്. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിക്കുക. 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിക്കുക. അത് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ അതിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ എണ്ണയിലിട്ട് നിങ്ങൾക്ക് മുക്കി പൊരിച്ചെടുക്കാം. ഇത് ഞാനിവിടെ ഒരു ഷാലോ ഫ്രൈ പോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതിലിട്ട് നന്നായിട്ടൊന്ന് തുറന്ന് വെച്ച് കൂടിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരും. തീ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഉള്ളത്. ചിക്കൻ അവിടെ വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മസാല മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഒരു 1/4 ഭാഗം ഉള്ളി നമ്മളിപ്പം ഇതിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ചുള്ളി ഒന്ന് മാറ്റി വെക്കുക, നമുക്ക് അവസാനം കറിയിൽ ചേർക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് തൈര് കൂടെ ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അതിന് മുൻപായിട്ട് നമ്മുടെ നോർത്ത് ഇന്ത്യൻ കറികളിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് കസൂരി മേത്തി എന്ന് പറയുന്നത്. അത് ഉലുവയുടെ ഇല ഉണങ്ങിയതാണ്. അപ്പോൾ അത് പാക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അതൊരു 1.5 ടീസ്പൂൺ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചെടുത്ത മസാല നമ്മൾ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം നമ്മൾ ആ മിക്സിയുടെ ജാർ കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇതിനെ അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മൾ ആ കസൂരി മേത്തിയൊക്കെ ചേർത്തിരിക്കുന്ന കാരണം പ്രത്യേക മണമാണ്. കറക്റ്റായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഈ കറിക്ക് ഉണ്ട്. അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ വേണ്ടത്. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ കുറച്ച് ഉള്ളി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഉള്ളി സമയത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയും അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ക്രീമൊന്നും എക്സ്ട്രാ ആയിട്ട് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ റിച്ച് ആക്കാൻ അവസാനം കുറച്ച് ക്രീമൊക്കെ ഇട്ട് കൊടുക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല റിച്ച് ആയിട്ടുള്ളൊരു സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ മുഗളായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബട്ടർ ചിക്കനൊക്കെ പോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ കഴിക്കാത്തവർ തീർച്ചയായിട്ടും ഒരു തവണ ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കണം. അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഇത് സൂപ്പറാണ്. അപ്പോൾ ഇതിന് മുൻപിട്ട് അപ്പത്തിൻ്റെ കൂടെ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്